ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പാവയ്ക്ക ഫ്രൈ ആണ്. നമ്മൾ നോർമലി മെഴുക്ക് പുരട്ടിയൊക്കെ ചെയ്യുന്നതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് മസാലയൊക്കെ ഒന്ന് പുരട്ടിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പാവയ്ക്ക കഴിക്കാത്തവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. എൻ്റെ മോനൊക്കെയാണെങ്കിൽ പാവയ്ക്ക കാണുന്നതേ ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വേണേലും അവനിരുന്ന് പാവയ്ക്ക കഴിച്ചോളും. അപ്പോൾ കുട്ടികളെ പാവയ്ക്ക കഴിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു റെസിപ്പിയാണ്. നമുക്ക് നോക്കാം ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന്. ഞാനിവിടെ ഒരു 6-7 മീഡിയം സൈസ് പാവയ്ക്ക് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരുപാട് കട്ടിയാവാനും പാടില്ല, ഒരുപാട് കട്ടി കുറയാനും പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി വേണം, 2 ടീസ്പൂൺ കോൺഫ്ലോർ വേണം, ഉപ്പ്, പിന്നെ പൊരിച്ചെടുക്കാനുള്ള എണ്ണ. ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ പാവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ബൗളിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാമേ. കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ ഈ ഫ്രൈക്ക് നല്ലൊരു കളർ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിഞ്ച് റെഡ് ഫുഡ് കളറും ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. നമ്മുടെ ഈ മസാലയൊക്കെ ഈ പാവയ്ക്കയിലൊന്ന് ചെറുതായിട്ട് കോട്ടാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള പാവയ്ക്കൊക്കെ ഒന്ന് മിക്സ് ആവണേ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വലിയ പ്ലേറ്റിലിട്ടും ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ എണ്ണ കൂടെ ഇതിൻ്റെ മേലെ തൂവി വിട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് പുരട്ടിയെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ചെറുതായിട്ട് അതിലൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണ ഒഴിക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ പാവയ്ക്കയിൽ ഈ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് കോട്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് വറുക്കാനായിട്ട് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ നല്ലപോലെ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ പാവയ്ക്കയുടെ ഓരോരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിറയെ എണ്ണ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാം, അല്ല ഇതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതിയാവും. ഇപ്പോൾ ഓരോരോ പീസായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ നമ്മൾ ഈ പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിം ആയിപ്പോയാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ലോ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടും വരില്ല. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോരോ പീസായിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാമേ. എണ്ണ നല്ല ചൂടായതിനു ശേഷം ഈ പാവയ്ക്ക ഇടുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇത് ഫ്രൈ ആയിട്ട് വരുള്ളൂ. ഈ പാവയ്ക്ക നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ വരുന്നത്. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിന് പകരം കുറച്ച് അരിപ്പൊടി ചേർത്താലും മതിയാവും. നമുക്കിതേപോലെ കിട്ടും. ഇപ്പം മറ്റേ സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. 2 സൈഡും ഒരുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റാം. ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതേപോലെ തന്നെ അടുത്ത സെറ്റും റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബാക്കിയുള്ള പാവയ്ക്കയും കൂടെ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോഴേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും ഫ്രൈ ആകുമ്പോൾ നമുക്കിത് ഒരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഇത് 2 സൈഡും ഒന്ന് ഫ്രൈ ആയിട്ട് വരാനുള്ള ടൈം മാത്രം മതി ഇതിന്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പാവയ്ക്ക ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ പാവയ്ക്ക കൊണ്ടാട്ടമൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കില്ലേ, ഏകദേശം അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഒട്ടും കയ്പ്പ് തോന്നില്ല കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഈ പാവയ്ക്ക ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് കഴിപ്പിച്ച് നോക്കണം.
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.